ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. അത്തരത്തിൽ റിപ്പോർട്ടർ ടിവിയിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വലിയൊരു ചർച്ച നടക്കുകയുണ്ടായി. ആ ചർച്ചയുടെ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങളുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. എല്ലായിടങ്ങളിലും അങ്ങനെയാണെങ്കിൽ, അതായത് ഈ നിസ്കാരത്തിനായാലും ഒക്കെ പള്ളികളിലും സ്ത്രീകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് കയറാനൊക്കെയുള്ള അനുമതി, അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അല്ല. ഈ വിഷയം കൂടി ചർച്ച ചെയ്യാമല്ലോ. ആ വിഷയം ആരാപ്പ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞതാണ് താങ്കളോട്. താങ്കൾ ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ആ വിഷയത്തിൽ അഭിപ്രായം കൂടി അറിയാൻ. സ്വാമി സച്ചിദാനന്ദം പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞൊരു വിഷയമല്ലേ? അല്ല, അത് എനിക്ക് മനസ്സിലായി. താങ്കൾ പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഹിന്ദു മതത്തിൽ മാത്രം ഒട്ടും പുരോഗമനമില്ലാത്ത ഹിന്ദുമതത്തിലല്ലേ ഏറ്റവും കൂടുതൽ പുരോഗമനം ഉണ്ടായത്? ഇവിടെയാണ് അതിന്റെ പ്രശ്നം. നോക്കൂ, ഹിന്ദുമതത്തിലെ ഒരു അനാചാരത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. മുത്തലാഖിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സതിയെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാ? ഇവിടെ നമ്മൾ എന്താ സംസാരിക്കുന്നത്? ഇവിടെ അനാചാരങ്ങൾ എവിടെയാണെങ്കിലും അത് അവസാനിപ്പിക്കപ്പെടണം. എന്താണ് നമ്മളിപ്പോ പുരോഗമനം എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം? എന്താ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ വിഷയമാണ്. ഇനി മുത്തലാഖ് വരുമ്പോഴും നമ്മൾ എന്താണ് വഖഫിന്റെ വിഷയം വരുമ്പോഴും നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുക. നിങ്ങൾ അങ്ങനെയാണ് മറ്റൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുക. അത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യരുതെന്നുള്ളൊരു ശാഠ്യമല്ലേ? ഇന്നലെ സനാതനധർമ്മത്തിന്റെ ചർച്ച നടക്കുന്ന സമയത്ത് വി മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം, ഖുറാനുമായി ബന്ധപ്പെട്ട്, പരിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് എന്തെങ്കിലും വിമർശനങ്ങൾ പറയാൻ ധൈര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ ഈ മുസ്ലിം സമുദായത്തിനകത്ത് നടന്നിരുന്ന ഒരു ദുരാചാരത്തെ പറ്റി അതിശക്തമായി പ്രതികരിച്ച പിണറായി വിജയനാണ്. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നൊരു പരിപാടിയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സന്യാസി വര്യനായ സച്ചിദാനന്ദ സ്വാമികൾ ഒരു പ്രസ്താവന നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. അതിങ്ങനെയായിരുന്നു: നമ്മുടെ നാട്ടിൽ പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഈ മേൽമുണ്ട് അഴിച്ചിട്ട്, അതല്ലെങ്കിൽ ഷർട്ട് ഊരി മാറ്റിയതിനു ശേഷം ഈ ദർശനത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അത് ദുരാചാരമാണ്. ഇനിയെങ്കിലും കാലത്തിനനുസരിച്ച് മാറണം എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം അവിടെ പ്രസംഗിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും അതോടുകൂടി ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. അതിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ സംഘടിപ്പിക്കാമെന്ന രീതിയിൽ നിലപാടെടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയം റിപ്പോർട്ടർ ടിവിയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇത് തികച്ചും ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഹിന്ദുക്കളുടെ ആരാധനയുമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ആചാരമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ആ വിഷയത്തിൽ ഒരു ചർച്ച എന്ന നിലയിൽ എന്തൊക്കെ അഭിപ്രായങ്ങളാണ് പറയാനുള്ളതെന്ന രീതിയിലാണ് അവിടെ സംസാരം തുടങ്ങിയത്. പക്ഷേ സംസാരിച്ചു വന്നപ്പോൾ സുജയ പാർവതി, നമുക്കറിയാം സുജയുടെ പഴയകാല പ്രവർത്തികളും അവരുടെ വാക്കുകളും ഒക്കെ ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ നയിക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണെന്നും അവര് പ്രത്യേകമായി ലക്ഷ്യം വെക്കുന്ന സമുദായം ഏതാണെന്നൊക്കെ വളരെ കൃത്യമായി നമുക്കറിയാം. അപ്പൊ ഹിന്ദുക്കളുടെ ആചാരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു അനാചാരവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചയിൽ ഈ സുജയ പാർവതിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദുർഗവാഹിനി വളരെ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് മുസ്ലിം സമുദായത്തിനെതിരെ കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ പുരോഗമനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എല്ലായിടത്തും പുരോഗമനം വരുന്നത്. ഈ മുസ്ലിം പള്ളികളിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്ക് പോയി നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. അവർക്ക് വേണ്ടി ആര് സംസാരിക്കും? അവരുടെ പുരോഗമനം കൂടി നമ്മൾ ചർച്ച ചെയ്യണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ദുർഗവാഹിനിയായ സുജയ പാർവതി മുമ്പോട്ട് വന്നത്. ഏതൊരു കാര്യത്തിലും ഹിന്ദുമതത്തിന്റെ വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയോ അവരുടെ ആചാരങ്ങളിലെയും അനുഷ്ഠാനങ്ങളിലെയും മനുഷ്യത്വ വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും പ്രാകൃതവുമായ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നാൽ സുജയ പാർവതി അടക്കമുള്ള സംഘികൾ ഉടനെ ഇസ്ലാമിന്റെ മിക്കിട്ട് കയറുക, മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ഥിരം കാഴ്ച നമുക്കെല്ലാവർക്കും പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഈ സനാതന വിഷയത്തെക്കുറിച്ച്, സനാതന ധർമ്മത്തെക്കുറിച്ചൊക്കെ ചർച്ചകൾ വന്ന സമയത്ത് പിണറായി വിജയൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോഴും ഈ BJP നേതാവായിട്ടുള്ള മുരളീധരൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുമോ? പിണറായി വിജയൻ ഖുർആനിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ വലിയ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. എനിക്ക് സുജയ പാർവതിയോട് പറയാനുള്ളത്, എല്ലാ മതങ്ങളിലെയും അനാചാരങ്ങൾ അവസാനിക്കണം. എല്ലാ മതങ്ങളിലെയും വിശ്വാസികൾ പുരോഗമനമായി ചിന്തിക്കണം. പുരോഗമനപരമായ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ്, അതിനുവേണ്ടി പോരാടുന്ന ആളാണ്, അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളാണ് താനെന്നാണ് സുജയ പാർവതി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീമതി സുജയ പാർവതി, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ശബരിമലയിൽ പ്രവേശിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് കൂടി അവകാശപ്പെട്ട ഒരു കാര്യമാണ്. ഹൈന്ദവ സമൂഹത്തിലെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെക്കൽ എന്ന രീതിയിൽ ഉയർത്തി കാണിക്കാവുന്ന ഒന്നാണ് ശബരിമല സ്ത്രീ പ്രവേശനം. ശബരിമലയിൽ ഹിന്ദു സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള അവകാശമുണ്ടെന്നും അതിന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് എല്ലാ മതത്തിലെയും പുരോഗമനത്തിന് വേണ്ടി സംസാരിക്കുന്ന സുജയ പാർവതി സ്വന്തം സമുദായത്തിലെ, സ്വന്തം മതവിശ്വാസത്തിലെ
ഹൈന്ദവ സഹോദരന്മാരുടെ സഹോദരിമാരുടെ പുരോഗമനത്തിന് വേണ്ടി സുജയ പാർവതി സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്, ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? ഒരു മാതൃക എന്ന നിലയിൽ സുജയ പാർവതിക്ക് ഈ മണ്ഡലകാലത്തെങ്കിലും ഈ ശബരിമലയിലേക്ക് പോകാമായിരുന്നു, അവിടെ പോയി ദർശനം നടത്താമായിരുന്നു. കാരണം അതൊരു പുരോഗമനത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം മതത്തിലെ സ്ത്രീകളെല്ലാം പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്നും പുരുഷന്മാരോടൊപ്പം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും അതൊരു പുരോഗമനമാണെന്നും പറയുന്ന സുജയ പാർവതി എന്തുകൊണ്ടാണ് അത്തരത്തിൽ നിങ്ങളുടെ ഹിന്ദു മതത്തിൽപ്പെട്ട മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു മാതൃക എന്ന നിലയിൽ ഒരു വട്ടമെങ്കിലും താങ്കൾ ഈ പറയപ്പെടുന്ന പുരോഗമനത്തിന്റെ ഭാഗമായി, പുരോഗമനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഉയർത്തി കാണിക്കാവുന്ന ഒരു പ്രവർത്തനം എന്ന നിലയിൽ ശബരിമലയിലേക്ക് പോകാൻ തയ്യാറാണ്? ആ രീതിയിൽ നിങ്ങൾ തയ്യാറാവുമോ? അതല്ല എങ്കിൽ തന്റെ ആർത്തവം നിലയ്ക്കാതെ ശബരിമലയിലേക്ക് താൻ പോകില്ല, അങ്ങനെ പോകാൻ പാടില്ല, അത് ആചാരത്തിന് വിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവ മതവിശ്വാസിയാണ് സുജയ പാർവതി എങ്കിൽ നിങ്ങൾക്ക് പുരോഗമനത്തെക്കുറിച്ച് സംസാരിക്കാനേ ഉള്ള യോഗ്യതയില്ല. അത് നിങ്ങളുടെ മതത്തിലെ മാത്രമല്ല, മറ്റു മതവിശ്വാസികളുടെ പുരോഗമനത്തെക്കുറിച്ചും സംസാരിക്കാനുള്ള ഒരർഹതയോ അവകാശമോ യോഗ്യതയില്ല. സ്വന്തം കണ്ണിലെ കരടെടുത്തിട്ടല്ലേ സുജയ പാർവതി നമ്മൾ അന്യന്റെ കണ്ണിലെ കോലെടുക്കാൻ പോകേണ്ടത്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ചകൾ വരുമ്പോൾ ആ വിഷയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ താങ്കൾ ചെയ്യേണ്ടത്. ഇനി ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇതിനു വേണ്ടി പറഞ്ഞൊരു കാരണം കേട്ടപ്പോൾ വല്ലാത്ത കൗതുകം തോന്നി. അതായത് ഈ വിഷയം അവർ ചർച്ച ചെയ്തുകൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വസ്ത്രം അഴിച്ച് അല്ലെങ്കിൽ മേൽമുണ്ട്, ഇപ്പൊ അതിനെ ഷർട്ട് എന്നാണല്ലോ പറയാ, ഈ ഷർട്ടൊക്കെ അഴിച്ചു വേണ്ടി അതിനുവേണ്ടി കാത്തു നിൽക്കുക, അത്തരത്തിൽ ഷർട്ട് അഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് കയറുക, ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഇനിയും തുടർന്നാൽ ഈ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ വരാതാവും. പ്രത്യേകിച്ച് പുതിയ തലമുറ ചെറുപ്പക്കാരെയൊന്നും ക്ഷേത്രത്തിലേക്ക് പിന്നെ പ്രതീക്ഷിക്കണ്ട. അവർക്കൊക്കെ ഇങ്ങനെ ഷർട്ടൊക്കെ അഴിച്ച് ഇതിലേക്ക് കയറുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വല്ലാത്ത മടി പിടിച്ച ഏർപ്പാടാണ്. അതുകൊണ്ട് വിശ്വാസികളെ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ട പരിഷ്കാരങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഈ ചർച്ചയുടെ ഭാഗമായിട്ട് അവർ പറയുന്ന ഒരു കാര്യം. എനിക്കത് വലിയ കൗതുകമായി തോന്നി. ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിലൊരു വിശ്വാസം, ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് അത് ആ വിശ്വാസത്തെ പിന്നെ അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം ഈ പള്ളിയിലേക്ക് ആളുകൾ നിസ്കരിക്കാൻ വരാത്തൊരു സാഹചര്യം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു നാട്ടിൽ പള്ളികളിലേക്ക് ആരും നിസ്കരിക്കാൻ വരുന്നില്ല എങ്കിൽ ഈ ഉച്ചയ്ക്കലത്തെ ളുഹർ നിസ്കാരം അത് 4 റക്അത്ത് ആയതുകൊണ്ടാവാം ആളുകൾ വരാത്തതെന്ന് കരുതി അത് 2 ആയി ചുരുക്കി ആളുകളെ പള്ളിയിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്ന പരിപാടിയാണ്, അത് അവരുടെ അനുഷ്ഠാനങ്ങളിൽ വെള്ളം ചേർക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ നമ്മളൊരു ഷോപ്പിലേക്ക് കസ്റ്റമറെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക? അത് നമ്മൾ സാധനങ്ങളിൽ വിലക്കുറവ് കൊണ്ടുവന്ന് കസ്റ്റമറെ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കും. അതല്ലെങ്കിൽ ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ എന്ന നിലയിൽ ഒരു പരസ്യം കൊടുത്തുകൊണ്ട് കസ്റ്റമറെ ഷോപ്പുകളിലേക്ക്, കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കും. ഈ രീതിയിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ആരാധനാലയങ്ങളിലേക്ക് വിശ്വാസികളെ ആകർഷിക്കാൻ വേണ്ടി അവരവരുടെ വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് ആ പ്രസ്ഥാനത്തിന്റെ, ആ വിശ്വാസധാരയുടെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് അത്തരം ആചാരങ്ങളിലോ വിശ്വാസ രീതികളിലോ അനുഷ്ഠാനങ്ങളിലോ താല്പര്യമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ആ കാണിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യയശാസ്ത്രം, ആ ഒരു മതവിശ്വാസം തകർച്ചയുടെ വക്കിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ നിന്നും അവർ പിന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ വിശ്വാസങ്ങൾ ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ, ആ മതവും ആ വിശ്വാസ രീതിയും ഒരിക്കലും അവരെ സംതൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഏതൊരാൾക്കും മാനസികമായി അനുഭവിക്കേണ്ട ആനന്ദമാണ്. ശാരീരികമായിട്ടുള്ള അധ്വാനങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈവവുമായിട്ടുള്ള അവന്റെ കണക്ഷൻ, ആ അടുപ്പം, അത് അവനിക്ക് മാനസികമായി നൽകുന്ന ഒരു ആനന്ദമുണ്ട്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വിശ്വാസങ്ങൾ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് സുജയ പാർവതിയോട് പറയാനുള്ളത്, മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് മതവിശ്വാസികൾ തന്നെ കൊടുത്തിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പല സ്ത്രീകളും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാണ്. സുന്നി വിഭാഗത്തിലെ സ്ത്രീകളാരും പള്ളിയിലേക്ക് പോകാറില്ല എങ്കിലും അവർക്ക് യാത്രയുടെ ഭാഗമായിട്ടൊക്കെ പള്ളികളിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഭാഗവും സ്ഥലങ്ങളുമൊക്കെ പലരും പ്രയോജനപ്പെടുത്താറുമുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ പുരുഷന്മാരോടൊപ്പം പോയി നിസ്കരിക്കുക എന്നുള്ളത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം യുക്തിയും ബുദ്ധിയുമുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതൊരിക്കലും പുരോഗമനമായ ചിന്തയുടെ ഭാഗമല്ല,
പുരോഗമനപരമായ പ്രവൃത്തിയുടെയും ഭാഗമല്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പരിഷ്കൃതമായ രീതിയായിട്ട് അവർ കാണുന്നില്ല. വസ്ത്രങ്ങളിലെ ഏറ്റക്കുറച്ചിലുകളൊക്കെയാണ് ഇപ്പോൾ പരിഷ്കൃത സമൂഹത്തിന്റെ രീതിയായിട്ട് മാറുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ ഈ വസ്ത്രം ധരിക്കുന്നത് തന്നെ ഒരു അപരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണമായി കാണുന്ന കാലവും വിദൂരമല്ല. അങ്ങനെ വരുമ്പോൾ ഈ പുരോഗതിയുടെ പേര് പറഞ്ഞ് പൊക്കിക്കൊണ്ടുവരുന്ന കാര്യങ്ങളിലൊക്കെ യുക്തിപരമായും ബുദ്ധിപരമായും സമീപിച്ചില്ലെങ്കിൽ സുജയപാർവതി അടക്കമുള്ള ആളുകളൊക്കെ നാളെ തുണിയില്ലാതിരുന്ന് വാർത്തകൾ വായിക്കേണ്ടി വരും. അതുകൊണ്ട് എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുക എന്നതിനെ അപേക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുക. ഏതൊരു വിഷയം വന്നാലും ആ വിഷയത്തിൽ ഊന്നി ആ വിഷയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്റെ ഭാഗം പറയാനുള്ള ആർജവം കാണിക്കുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.